റോബർട്ട് ഗ്രീനിന്റെ ദ 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിലെ 37ാമത്തെ നിയമം നാടകം സൃഷ്ടിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. ഈ നിയമം പറയുന്നത് നിങ്ങൾ ഒരു വലിയ നാടകത്തെപ്പോലെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നതാണ്. ഒരു വലിയ നാടകം ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുകയും അവരെ വിസ്മയിപ്പിക്കുകയും ചെയ്യും. അതേപോലെ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളും വാക്കുകളും നാടകീയമായി ക്രമീകരിക്കുക. ഇത് നിങ്ങൾക്ക് ഒരുപാട് അധികാരം നൽകും. കൂടുതൽ വിശദമായ വിവരണം. ഈ നിയമത്തിന്റെ പ്രധാന തത്വം നിങ്ങളുടെ ശക്തിയും കഴിവും ആളുകൾക്ക് കാണാൻ കഴിയണം എന്നതാണ്. ആളുകൾക്ക് മാന്ത്രിക കഥകളെയും വലിയ നാടകങ്ങളെയും ഇഷ്ടമാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഒരു വലിയ നാടകത്തെപ്പോലെ അവതരിപ്പിക്കുക. ഈ അവതരണം നിങ്ങളുടെ എതിരാളികളെ ഭയപ്പെടുത്തുകയും നിങ്ങളുടെ അനുയായികളെ ആകർഷിക്കുകയും ചെയ്യും. നിങ്ങൾ ഈ നിയമം ഉപയോഗിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നാടകീയമായി അവതരിപ്പിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ഒരു നാടകത്തെപ്പോലെ അവതരിപ്പിക്കുക. ഈ അവതരണം നിങ്ങളുടെ അനുയായികൾക്ക് പ്രതീക്ഷ നൽകും. ചിഹ്നങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, ഇഷ്ടങ്ങൾ എന്നിവയെല്ലാം ഒരു ചിഹ്നം ഉപയോഗിച്ച് അവതരിപ്പിക്കുക. ഈ ചിഹ്നം നിങ്ങളുടെ അധികാരം വർദ്ധിപ്പിക്കും. നിങ്ങളുടെ എതിരാളികളെ ഇല്ലാതാക്കുക. നിങ്ങളുടെ എതിരാളികളെ നാടകീയമായി ഇല്ലാതാക്കുക. ഇത് നിങ്ങളുടെ അനുയായികളെ ആകർഷിക്കും. നിങ്ങളുടെ പ്രശസ്തിയെ മാറ്റുക. നിങ്ങൾ ഒരു നാടകം സൃഷ്ടിക്കുമ്പോൾ നിങ്ങളുടെ പ്രശസ്തിയും മാറുന്നു. ഇത് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ നൽകും. ചുരുക്കത്തിൽ, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അത് ഒരു വലിയ നാടകത്തെപ്പോലെ അവതരിപ്പിക്കുക. ചില ഉദാഹരണങ്ങൾ. ചരിത്രം. അലക്സാണ്ടർ ചക്രവർത്തി. അലക്സാണ്ടർ ചക്രവർത്തി ഒരുപാട് യുദ്ധങ്ങൾ നേടി. എന്നാൽ അദ്ദേഹം തന്റെ വിജയങ്ങൾ വളരെ നാടകീയമായി അവതരിപ്പിച്ചു. അദ്ദേഹം തന്റെ സൈന്യവുമായി ഒരു യുദ്ധം ജയിച്ചാൽ അദ്ദേഹം തന്റെ സൈനികർക്ക് വലിയ സമ്മാനങ്ങൾ നൽകി. ഈ നാടകം കാരണം ആളുകൾക്ക് അദ്ദേഹത്തെ ഒരു ദൈവത്തെപ്പോലെ കാണാൻ കഴിഞ്ഞു. സിനിമ. ബാഹുബലിയിലെ അമരേന്ദ്ര ബാഹുബലി. ബാഹുബലി ബല്ലാലദേവയെ നേരിട്ടപ്പോൾ അദ്ദേഹം ഒരു വലിയ നാടകം സൃഷ്ടിച്ചു. അദ്ദേഹം ബല്ലാലദേവയെ ഒരു സാധാരണക്കാരനായി കണ്ടു. എന്നാൽ അദ്ദേഹം തന്റെ സൈന്യവുമായി ബല്ലാലദേവയെ നേരിട്ടപ്പോൾ അത് ഒരു വലിയ നാടകത്തെപ്പോലെയായിരുന്നു. ഈ നാടകം കാരണം ജനങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ചു. ചരിത്രം. ജോസഫ് സ്റ്റാലിൻ. സ്റ്റാലിൻ റഷ്യയിൽ കമ്മ്യൂണിസം എന്ന ഒരു വലിയ ആശയം ഉപയോഗിച്ച് ഒരു വലിയ നാടകം സൃഷ്ടിച്ചു. സ്റ്റാലിൻ തന്റെ അനുയായികൾക്ക് ഒരു പുതിയ ഭാവി വാഗ്ദാനം ചെയ്തു. ഈ നാടകം കാരണം സ്റ്റാലിന് വലിയ അധികാരം നേടാൻ കഴിഞ്ഞു. സിനിമ. ഹാരി പോട്ടർ. വോൾഡ്മോർട്ട് ഹാരി പോട്ടറെ നേരിടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒരു വലിയ നാടകം സൃഷ്ടിച്ചു. വോൾഡ്മോർട്ട് ഹാരി പോട്ടറിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അത് ഒരു വലിയ യുദ്ധത്തെപ്പോലെയാണ് കാണിച്ചത്. ഈ നാടകം കാരണം ആളുകൾക്ക് വോൾഡ്മോർട്ടിനെ ഭയമായിരുന്നു. ചരിത്രം. നെപ്പോളിയൻ ബോണപാർട്ട്. നെപ്പോളിയൻ ബോണപാർട്ട് തന്റെ യുദ്ധങ്ങൾ വളരെ നാടകീയമായി അവതരിപ്പിച്ചു. അദ്ദേഹം ഒരു യുദ്ധം ജയിച്ചാൽ അദ്ദേഹം തന്റെ സൈന്യത്തെ ഒരു വലിയ ആഘോഷത്തിന് കൊണ്ടുപോയി. ഈ നാടകം കാരണം അദ്ദേഹത്തിന് ഒരു വലിയ സൈന്യത്തെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. സിനിമ. ദി ഗോഡ്ഫാദർ. ഡോൺ കൊർലിയോൺ തന്റെ എതിരാളികളെ നേരിട്ടപ്പോൾ അദ്ദേഹം ഒരു വലിയ നാടകം സൃഷ്ടിച്ചു. ഡോൺ തന്റെ എതിരാളികളെ വളരെ നാടകീയമായി ഇല്ലാതാക്കി. ഈ നാടകം കാരണം ആളുകൾക്ക് ഡോണിനെ ഭയമായിരുന്നു. ചരിത്രം. ക്ലിയോപാട്ര. ക്ലിയോപാട്ര റോമൻ ഭരണാധികാരികളെ നേരിടാൻ ശ്രമിച്ചപ്പോൾ അവർ ഒരു വലിയ നാടകം സൃഷ്ടിച്ചു. ക്ലിയോപാട്ര ഒരു ദൈവത്തെപ്പോലെയാണ് റോമൻ ഭരണാധികാരികളുടെ മുന്നിൽ പോയത്. ഈ നാടകം കാരണം ക്ലിയോപാട്രക്ക് ഒരു അധികാരം നേടാൻ കഴിഞ്ഞു. സിനിമ. ദി ലോർഡ് ഓഫ് ദി റിംഗ്. ഈ സിനിമയിലെ സാരുമാൻ എന്ന കഥാപാത്രം ഒരു വലിയ നാടകം സൃഷ്ടിച്ചു. സാരുമാൻ തന്റെ അനുയായികൾക്ക് ഒരു പുതിയ ലോകം എന്ന ഒരു സ്വപ്നം കാണിച്ചുകൊടുത്തു. ഈ നാടകം കാരണം ആളുകൾ സാരുമാനെ പിന്തുടർന്നു. ചരിത്രം. ചാണക്യൻ. ചാണക്യൻ നന്ദ രാജാവിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒരു വലിയ നാടകം സൃഷ്ടിച്ചു. ചാണക്യൻ നന്ദ രാജാവിനെ വളരെ നാടകീയമായി ഇല്ലാതാക്കി. ഈ നാടകം കാരണം ചാണക്യന് വലിയ അധികാരം നേടാൻ കഴിഞ്ഞു. സിനിമ. മണിച്ചിത്രത്താഴി. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ഡോക്ടർ സണ്ണി ഗംഗയെ ചികിത്സിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒരു വലിയ നാടകം സൃഷ്ടിച്ചു. ഡോക്ടർ ഗംഗയുടെ രോഗം വളരെ നാടകീയമായി മാറ്റിയെടുത്തു. ഈ നാടകം കാരണം ഡോക്ടർ സണ്ണിക്ക് വലിയ പ്രശസ്തി നേടാൻ കഴിഞ്ഞു.